ഇന്ത്യൻ ഓർത്തഡോക്സ് സഭ മീഡിയ വിങ്ങിൻ്റെ ഈ ആഴ്ചയിലെ ന്യൂസ് ബുള്ളറ്റിനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ലഹരിക്കും അക്രമങ്ങൾക്കുമെതിരെ യുവാക്കൾ കർമ്മനിരതരാകണം. മാർ ക്രിസോസ്റ്റമോസ്. ലഹരിക്കും അക്രമങ്ങൾക്കുമെതിരെ യുവജനങ്ങൾ കർമ്മനിരതരാകണമെന്ന് പരിശുദ്ധ എപ്പിസ്കോപ്പൽ സുനഹദോസ് സെക്രട്ടറി ഡോക്ടർ യൂഹാനോൻ മാർ ക്രിസോസ്റ്റമോസ് മെത്രാപ്പോലീത്ത ഓർത്തഡോക്സ് ക്രൈസ്തവ യുവജന പ്രസ്ഥാനം കേന്ദ്ര ജനറൽ അസംബ്ലിയുടെ ഉദ്ഘാടനം പരിമല സെമിനാരിയിൽ നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. മനുഷ്യ സമൂഹത്തെ കാർന്നു തിന്നുന്ന ലഹരിക്കെതിരായ പോരാട്ടവും ബോധവൽക്കരണവും തലമുറയോടുള്ള കടപ്പാടാണെന്നും ഈ തിന്മയെ സമൂഹത്തിൽ നിന്ന് ഉന്മൂലനം ചെയ്യുവാനുള്ള കടമയും ഉത്തരവാദിത്വവും നാം നിർവഹിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. പ്രസിഡന്റ് ഡോക്ടർ ഗീവർഗീസ് മാർ യൂലിയോസ് മെത്രാപ്പൊലീത്ത അധ്യക്ഷത വഹിച്ച യോഗത്തിൽ കേന്ദ്ര വൈസ് പ്രസിഡന്റ് ഫാദർ ഷിജി കോശി, ജനറൽ സെക്രട്ടറി ഫാദർ വിജു ഏലിയാസ്, ട്രഷറർ പേൾ കണ്ണേത്ത്, ഫാദർ എൽദോസ് ഏലിയാസ്, ഫാദർ അജി കെ തോമസ്, ജോജി പി തോമസ്, റിട്ടേണിംഗ് ഓഫീസർ ബിനു സാമുവൽ എന്നിവർ പ്രസംഗിച്ചു. രാജ്യത്തിൻ്റെ നിയമത്തിന് വിധേയപ്പെടുവാൻ തയ്യാറാകാത്ത വിഘടിത സഭാ വിഭാഗത്തിന് പിന്തുണ നൽകുന്ന സർക്കാർ നടപടിയിൽ യോഗം പ്രതിഷേധിച്ചു. യോഗത്തിൽ വെച്ച് ഓർത്തഡോക്സ് ക്രൈസ്തവ യുവജന പ്രസ്ഥാനത്തിന് പുതിയ നേതൃത്വവും തിരഞ്ഞെടുക്കപ്പെട്ടു. കുന്നക്കുരുടി സെൻറ് ജോർജ് ഓർത്തഡോക്സ് കത്തീഡ്രലിൻ്റെ നെല്ലാട് ചാപ്പലിന് സമീപം ലഹരി വസ്തുക്കൾ വിറ്റിരുന്ന കട പോലീസ് അധികാരികളും നെല്ലാട് ചാപ്പലിലെ അംഗങ്ങളും നാട്ടുകാരും ചേർന്ന് പരിശോധന നടത്തി പലതരത്തിലുള്ള ലഹരി സാധനങ്ങൾ പിടികൂടി. ചാപ്പലിൻ്റെ സമീപത്തുള്ള പുരയിടത്തിലും പല സ്ഥലങ്ങളിലായി ഒളിപ്പിച്ച നിലയിലായിരുന്നു ലഹരി സാധനങ്ങൾ. പട്ടിമറ്റം പോലീസ് കേസെടുത്തിട്ടുണ്ട്. ലഹരിക്കെതിരെ ആശയക്കൂട്ടായ്മ നടത്തപ്പെട്ടു. വർദ്ധിച്ചുവരുന്ന ലഹരി ഉപയോഗം, അക്രമവാസന, ആത്മഹത്യാ പ്രവണത തുടങ്ങിയ സാമൂഹ്യ വിപത്തുകളുടെ പശ്ചാത്തലത്തിൽ മലങ്കര ഓർത്തഡോക്സ് സഭയുടെ ഇടവക ഭദ്രാസന സഭാതലങ്ങളിൽ സ്വീകരിക്കേണ്ട നടപടികൾ സംബന്ധിച്ച് ചർച്ച ചെയ്ത് തീരുമാനിക്കുന്നതിനായി സഭയുടെ മാനവ ശാക്തീകരണ വിഭാഗത്തിൻ്റെ നേതൃത്വത്തിൽ ആധ്യാത്മിക പ്രസ്ഥാനങ്ങളുടെ കേന്ദ്ര ഭാരവാഹികളുടെ ആശയക്കൂട്ടായ്മ ദേവലോകം കാതോലിക്കേറ്റ് അരമനയിൽ വെച്ച് നടത്തപ്പെട്ടു. പരിശുദ്ധ ബെസിലിയോസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാവ അധ്യക്ഷത വഹിച്ചു. കോട്ടയം മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ വർഗീസ് പുന്നൂസ് വിഷയാവതരണം നടത്തി. മാനവ ശാക്തീകരണ വിഭാഗം പ്രസിഡന്റ് ഗീവർഗീസ് മാർ കൂറിലോസ്, കാതോലിക്കേറ്റ് ആൻഡ് എം ഡി സ്കൂൾസ് മാനേജർ ഡോക്ടർ ഗബ്രിയേൽ മാർ ഗ്രിഗോറിയോസ്, പ്രാർത്ഥനായോഗം പ്രസിഡന്റ് മാത്യൂസ് മാർ തേവദോസിയോസ്, യുവജന പ്രസ്ഥാനം പ്രസിഡന്റ് ഡോക്ടർ ഗീവർഗീസ് മാർ യൂലിയോസ്, MGOCSM പ്രസിഡന്റ് ഡോക്ടർ എബ്രഹാം മാർ സെറാഫിം, മദ്യവർജന സമിതി പ്രസിഡന്റ് യൂഹാനോൻ മാർ പോളികാർപ്പോസ് എന്നീ മെത്രാപ്പൊലീത്തന്മാർ ചർച്ചകൾക്ക് നേതൃത്വം നൽകി. ഫാദർ ഡോക്ടർ വർഗീസ്, ഫാദർ ഫിലിപ്പ് തരകൻ, ഫാദർ വിജു ഏലിയാസ്, ഫാദർ ഡോക്ടർ വിവേക് വർഗീസ്, ഫാദർ മത്തായി കുന്നിൽ, ഫാദർ ജിയോ ജോസഫ്, പ്രൊഫസർ മേരി മാത്യു, ശ്രീ ജേക്കബ് മണ്ണുമ്മോട്, അലക്സ് മണപ്പുറത്ത് എന്നിവർ വിവിധ പ്രസ്ഥാനങ്ങളുടെ നിർദ്ദേശങ്ങൾ സമർപ്പിച്ചു. മാനവ ശാക്തീകരണ വിഭാഗം ഡയറക്ടർ ഫാദർ PA ഫിലിപ്പ് സ്വാഗതം ആശംസിച്ചു. ആശാപ്രവർത്തകയുടെ കണ്ണീരൊപ്പി മലങ്കര ഓർത്തഡോക്സ് സഭ. തിരുവനന്തപുരം സെക്രട്ടേറിയറ്റ് പടിക്കൽ സമരം നടത്തുന്ന ആശാപ്രവർത്തക അനിതയുടെ വീടിൻ്റെ ജപ്തി ഭീഷണി ഒഴിവായി. കേരള ബാങ്കിൻ്റെ പാലോട് ശാഖയിലുണ്ടായിരുന്ന 3 ലക്ഷം രൂപയുടെ കടബാധ്യത ഓർത്തഡോക്സ് സഭ അടച്ചു തീർത്തു. ക്യാൻസർ രോഗിയായ മകളുടെ ചികിത്സയ്ക്ക് വേണ്ടിയാണ് അനിത ബാങ്കിൽ നിന്നും വായ്പയെടുത്തത്. അനിതയുടെ പ്രതിസന്ധി വാർത്തയിലൂടെ ശ്രദ്ധയിൽപ്പെട്ട മലങ്കര ഓർത്തഡോക്സ് സഭയുടെ പരമാധ്യക്ഷൻ പരിശുദ്ധ ബെസിലിയോസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാവ പ്രശ്നത്തിൽ ഇടപെടാമെന്ന് ഉറപ്പു നൽകി. ഇതേ തുടർന്നാണ് ബാങ്കിലെ ഇടപാടുകൾ തീർത്ത രേഖ സഭയുടെ തിരുവനന്തപുരം സ്റ്റുഡൻറ് സെൻറ്റർ ഡയറക്ടർ ഫാദർ സജി മേക്കാട്ട് മാർച്ച് 24-ന് സമരപ്പന്തലിലെത്തി കൈമാറിയത്. ഓർത്തഡോക്സ് സഭയുടെ ജീവകാരുണ്യ പദ്ധതിയായ സഹോദരൻ പദ്ധതി വഴിയാണ് അനിതയ്ക്ക് സഹായം എത്തിച്ചത്. ജീവിതം അവസാനിപ്പിക്കുവാൻ തീരുമാനിച്ചിരുന്ന ഘട്ടത്തിൽ തനിക്ക് രക്ഷാകരം നീട്ടിയ കാതോലിക്ക ബാവ തിരുമേനിയോടും സഭയോടും നന്ദിയുണ്ടെന്ന് അനിതാകുമാരി പറഞ്ഞു. ക്യാൻസർ രോഗിയായ മകളുടെ ചികിത്സയ്ക്ക് വേണ്ടി ഒരമ്മ നടത്തിയ ശ്രമത്തെ പിന്തുണയ്ക്കുക മാത്രമാണ് ചെയ്തതെന്നും അനിതയുടെ സങ്കടം മാറി എന്നതിൽ സന്തോഷമുണ്ടെന്നും പരിശുദ്ധ കാതോലിക്ക ബാവ പ്രതികരിച്ചു. ആശാപ്രവർത്തകരുടെ സമരത്തെ സർക്കാർ അനുഭാവപൂർണ്ണം കാണണമെന്നും പരിശുദ്ധ ബാവ ആവശ്യപ്പെട്ടു. സ്ഥാനപ്പേരുകൾ ഉപയോഗിക്കുന്നതിൽ നിന്നും മലങ്കര സഭയുടെ ദേവാലയങ്ങളിൽ പ്രവേശിക്കുന്നതിൽ നിന്നും വിലക്കണം. കോട്ടയം മുൻസിഫ് കോടതിയിൽ ഹർജിയുമായി മലങ്കര സഭ വിശ്വാസികൾ. ബഹുമാനപ്പെട്ട കോടതി ഹർജി ഫയലിൽ സ്വീകരിച്ച് കക്ഷികൾക്ക് നോട്ടീസ് അയച്ചു.
ബദൽ കാതോലിക്ക വാഴ്ചയ്ക്കെതിരെയും കാതോലിക്ക മലങ്കര മെത്രാപ്പൊലീത്ത തുടങ്ങിയ സ്ഥാനപ്പേരുകൾ ഉപയോഗിക്കുന്നതിൽ നിന്നും എതിർകക്ഷികളെ വിലക്കണമെന്നും മലങ്കര സഭയുടെ 1064 പള്ളികളിൽ പ്രവേശിക്കുന്നതിൽ നിന്നും തടയണമെന്നും ആവശ്യപ്പെട്ടു. പാത്രിയർക്കീസ് ബാവ മലങ്കര സഭയിൽ സമാന്തര ഭരണത്തിന് ശ്രമിക്കുന്നുവെന്ന് ഹർജിക്കാർ ബഹുമാനപ്പെട്ട കോടതിയിൽ ചൂണ്ടിക്കാട്ടി. എഡ്യൂക്കേഷണൽ സ്പെഷ്യൽ സ്കോളർഷിപ്പ് വിതരണം നടത്തപ്പെട്ടു. മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ മാനവ ശാക്തീകരണ വിഭാഗവും ഐക്കൺ ചാരിറ്റീസും ചേർന്ന് വിദ്യാഭ്യാസ മേഖലകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികൾക്കായി ഏർപ്പെടുത്തിയ സ്പെഷ്യൽ എഡ്യൂക്കേഷൻ സ്കോളർഷിപ്പ് വിതരണം ചെയ്യപ്പെട്ടു. ആലുവ തൃക്കുന്നത്ത് സെമിനാരിയിൽ വെച്ച് അങ്കമാലി ഭദ്രാസനാധിപൻ അഭിമന്യ യൂഹാനൻ മാർ പോളിക്കാർപ്പോസ് മെത്രാപ്പൊലീത്തയുടെ അധ്യക്ഷതയിൽ കൂടിയ യോഗം ആലുവ മുനിസിപ്പൽ ചെയർമാൻ ശ്രീ എം.ഒ. ജോൺ ഉദ്ഘാടനം ചെയ്തു. ഐക്കൺ ചാരിറ്റീസ് ഡയറക്ടർ ശ്രീ ജോർജ് എബ്രഹാം, സ്പെഷ്യൽ സ്കോളർഷിപ്പ് കോർഡിനേറ്റർ ഫാദർ റിജോ മാത്യു, സെമിനാരി വികാരി ഫാദർ ബിനോയ് വർഗീസ് പരീയത്ത് എന്നിവർ യോഗത്തിൽ സംസാരിച്ചു. സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്നവരും വിദ്യാഭ്യാസ മേഖലയിൽ ഉന്നത വിജയം കൈവരിച്ചവരുമായ വിദ്യാർത്ഥികൾക്ക് 5 ലക്ഷം രൂപ വിവിധ മേഖലകളിൽ വിതരണം ചെയ്തു. ആർത്താറ്റ് സെന്റ് മേരീസ് ഓർത്തഡോക്സ് പുത്തൻപള്ളിയിൽ കബറടങ്ങിയിരിക്കുന്ന ഭാഗ്യസ്മരണാർഹരായ സ്ലീബാമാർ ഒസ്താത്യൂസ്, പൗലോസ് മാർ സേവേരിയോസ് എന്നീ പിതാക്കന്മാരുടെ ഓർമ്മപ്പെരുന്നാൾ പരിശുദ്ധ സഭ ഭക്തിപുരസ്സരം ആചരിച്ചു. മാർച്ച് 24 തിങ്കളാഴ്ച രാവിലെ വൈശ്ശേരി സെന്റ് ഗ്രിഗോറിയോസ് പള്ളിയിൽ നിന്ന് കാൽനട തീർത്ഥയാത്ര ആരംഭിച്ച് ആർത്താറ്റ് സെന്റ് മേരീസ് ഓർത്തഡോക്സ് പുത്തൻപള്ളിയിൽ എത്തിച്ചേരുകയും തുടർന്ന് ഇടവക മെത്രാപ്പൊലീത്ത അഭിമന്യ ഡോക്ടർ ഗീവർഗീസ് മാർ യൂലിയോസ് തിരുമേനിയുടെ കാർമ്മികത്വത്തിൽ വിശുദ്ധ മൂന്നിന്മേൽ കുർബാനയും കബറിങ്കൽ ധൂപപ്രാർത്ഥനയും അവാർഡ് വിതരണവും നേർച്ച സദ്യയും നടത്തപ്പെട്ടു. പെരുന്നാൾ ക്രമീകരണങ്ങൾക്ക് വികാരി വന്യ പുലിക്കോട്ടിൽ പത്രോസ് കത്തനാർ, കൈസ്ഥാനി ഹെൻറി പി.വി., സെക്രട്ടറി ജിജു പോൾ എന്നിവർ നേതൃത്വം നൽകി. ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ടൂറിസം മന്ത്രാലയത്തിൻ്റെ ദക്ഷിണ മേഖലാ ഡയറക്ടർ ശ്രീ വെങ്കടേശൻ ദത്തരയൻ, ഇന്ത്യൻ ടൂറിസം കൊച്ചി അസിസ്റ്റന്റ് ഡയറക്ടർ ശ്രീ എം. നരേന്ദ്രൻ, ഡോക്ടർ ടി. അനന്തകൃഷ്ണൻ, ശ്രീ ഷാജി ജോസഫ് എന്നിവരുൾപ്പെടുന്ന സംഘം മാർച്ച് 22 മലങ്കര സഭയിലെ പ്രമുഖ ദേവാലയമായ കാർത്തികപ്പള്ളിയിലെ ചരിത്രപ്രസിദ്ധമായ സെന്റ് തോമസ് ഓർത്തഡോക്സ് കത്തീഡ്രൽ സന്ദർശിച്ചു. മലങ്കര ഓർത്തഡോക്സ് സഭയുടെ മധ്യപ്രദേശിലെ മക്കോഡിയ മിഷൻ, MGM സ്കൂൾ എന്നിവ മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ പരമാധ്യക്ഷൻ പരിശുദ്ധ ബെസിലിയോസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാവ സന്ദർശിക്കുകയും മക്കോഡിയ അഭയനികേതൻ ക്ലിനിക്കിൻ്റെ പുതിയ കെട്ടിടത്തിൻ്റെ ശിലാസ്ഥാപന കർമ്മം നിർവഹിക്കുകയും ചെയ്തു. കണ്ടനാട് വിശുദ്ധ മർത്തമറിയം ഓർത്തഡോക്സ് കത്തീഡ്രൽ ദേവാലയത്തിൽ കബറടങ്ങിയിരിക്കുന്ന മലങ്കര സഭയുടെ 4-ാം മാർത്തോമായുടെ 297-ാം ഓർമ്മ പെരുന്നാളും പരിശുദ്ധ ദൈവമാതാവിൻ്റെ വചനിപ്പ് പെരുന്നാളും പരിശുദ്ധ സഭ ഭക്തി പുരസ്സരം ആചരിച്ചു. പരിശുദ്ധ ദൈവമാതാവിൻ്റെ വചനിപ്പ് പെരുന്നാളിനും 4-ാം മാർത്തോമായുടെ ഓർമ്മ പെരുന്നാളിനും പരിശുദ്ധ ബെസിലിയോസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാവ തിരുമേനി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. പരിശുദ്ധ ദൈവമാതാവിനോടുള്ള വചനിപ്പ് പെരുന്നാൾ സഭ ആചരിച്ചു. ഗബ്രിയേൽ മാലാഖ ദൈവമാതാവിനോട് സുവിശേഷം അറിയിക്കുമ്പോൾ, ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി, നിന്റെ വാക്കെന്നിൽ നിറവേറട്ടെ എന്ന അമ്മയുടെ പ്രഖ്യാപനത്തിൻ്റെ സ്മരണയിലാണ് വചനിപ്പ് പെരുന്നാൾ ആചരിക്കുന്നത്. പെരുന്നാൾ ശുശ്രൂഷകൾക്ക് പരിശുദ്ധ കാതോലിക്ക ബാവ തിരുമേനിയും അഭിമന്യ തിരുമേനിമാരും മുഖ്യകാർമ്മികത്വം വഹിച്ചു. ഭിന്നിച്ചു നിൽക്കരുത്, ഒരു സഭയാകണം. പരിശുദ്ധ കാതോലിക്ക ബാവ. മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭ എന്ന സഭ മാത്രമേ ഉള്ളൂ എന്നും നിലവിൽ 2 സഭകൾ ഇല്ലെന്നും യാക്കോബായ വിഭാഗം ഒരു മഫ്രിയാനെ വാഴിക്കുന്ന വിവരം പത്രങ്ങളിലൂടെയാണ് അറിഞ്ഞത് എന്നും വാഴ്ച സംബന്ധിച്ച് ബഹുമാനപ്പെട്ട കോടതികളെ സമീപിച്ചത് വിശ്വാസികളാണെന്നും പരിശുദ്ധ കാതോലിക്ക ബാവ പറഞ്ഞു. മാർച്ച് 26 ബുധനാഴ്ച പരിശുദ്ധ സഭ പാതി നോമ്പ് ആചരിച്ചു. ഇസ്രയേൽക്കാരുടെ മധ്യേ മോശ പിച്ചള സർപ്പത്തെ നാട്ടുകയും അതിനാൽ അഗ്നിസർപ്പത്തിൻ്റെ കടിയിൽ നിന്നും രക്ഷപ്പെടുകയും ചെയ്തതുപോലെ പരിശുദ്ധ സഭയുടെ പള്ളികളുടെ അകത്ത് ജയത്തിൻ്റെയും ജീവൻ്റെ അടയാളമായ ഗോൽഗോത്ത സ്ഥാപിച്ചു. പൂർവ്വപിതാക്കന്മാർ കൽപ്പിച്ച പ്രകാരം വിശ്വാസികൾ ഏവരും 9-ാം മണിവരെ ഉപവസിക്കുകയും ശരീരത്തെയും മനസ്സിനെയും ആത്മാവിനെയും അശുദ്ധമാക്കുന്ന സകല കാര്യങ്ങളും വർജിക്കുകയും കുമ്പിട്ട് യാമപ്രാർത്ഥനകൾ നടത്തി അനുതാപപൂർവ്വം പ്രാർത്ഥിക്കുകയും ചെയ്യണമെന്ന് താൽപ്പര്യപ്പെടുന്നു. മലങ്കര ഓർത്തഡോക്സ് സഭയിലെ ഒരു പിതാവ് തങ്ങളുടെ നാടിനു വേണ്ടി സംസാരിച്ചതിലുള്ള സ്നേഹം യുക്രൈൻ കവി ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പങ്കുവച്ചു.
മലങ്കര ഓർത്തഡോക്സ് സഭയുടെ ഇടുക്കി ഭദ്രാസന മെത്രാപ്പൊലീത്ത അഭിവന്യ സക്കറിയ മാർ സേവേറിയോസ് തിരുമേനിയാണ് നോമ്പ് ധ്യാനത്തിൽ യുക്രൈൻ കവിയുടെ ഏത് ദിവസവും തങ്ങളുടെ അവസാന ദിവസമാക്കാം എന്ന വരികൾ നമ്മുടെ സ്വസ്ഥ ജീവിതത്തെ അലോസരപ്പെടുത്തുന്നതാണെന്ന് പറഞ്ഞ് ചിന്തകൾ അവതരിപ്പിച്ചത്. വിവാഹ സഹായ വിതരണം മാർച്ച് 25-ന് നടത്തപ്പെട്ടു. മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ വിവാഹ സഹായ വിതരണം മാർച്ച് 25 ഉച്ചയ്ക്ക് 3 മണിക്ക് എറണാകുളം സെൻറ് മേരീസ് ഓർത്തഡോക്സ് കത്തീഡ്രൽ വെച്ച് നടത്തപ്പെട്ടു. ജാതിമത ഭേദമില്ലാതെ നിർധനരായ യുവതീ യുവാക്കൾക്കാണ് സഹായം ലഭ്യമാക്കിയത്. പരിശുദ്ധ ബെസിലിയോസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാവ ഉദ്ഘാടനം ചെയ്തു. വിവാഹ സഹായ സമിതി പ്രസിഡന്റ് അഭിവന്യ യൂഹാനൻ മാർ പോളിക്കാർപ്പോസ് തിരുമേനി അധ്യക്ഷത വഹിച്ചു. അഭിവന്യ ഡോക്ടർ യാക്കോബ് മാർ ഐറേനിയോസ് തിരുമേനി അനുഗ്രഹ സന്ദേശം നൽകി. 1686 ചെങ്ങന്നൂർ പഴയ സുറിയാനി പള്ളിയിൽ ചേർന്ന സുന്നഹദോസിൻ്റെ ഓർമ്മയ്ക്കായി തയ്യാറാക്കിയ ചിത്രത്തിൻ്റെ പ്രകാശന കർമ്മം മാർച്ച് 26-ന് പാതിനോമ്പിലെ വിശുദ്ധ ആരാധനയ്ക്ക് ശേഷം അഭിവന്യ ഡോക്ടർ മാത്യൂസ് മാർ തീമോത്തിയോസ് മെത്രാപ്പൊലീത്ത ചെങ്ങന്നൂർ സെൻറ് ഇഗ്നേഷ്യസ് ഓർത്തഡോക്സ് കത്തീഡ്രൽ ദേവാലയത്തിൽ വെച്ച് അനാച്ഛാദനം ചെയ്തു. ഈ കാലത്ത് ജനങ്ങളെ വിശ്വാസം പഠിപ്പിക്കേണ്ടതായ ആവശ്യമുണ്ട്. പല സഭകളും രൂപത്തിലും ഭാവത്തിലും വേഷത്തിലും സമാനമായ വേഷഭാവങ്ങളും അതുപോലെയുള്ള പലതും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാലത്ത് ചെങ്ങന്നൂർ സുന്നഹദോസിൻ്റെ പ്രസക്തി വലുതാണെന്നും ഓർത്തഡോക്സ് വിശ്വാസത്തിൻ്റെ ആണിക്കല്ല് ഈ സുന്നഹദോസാണെന്നും ഭദ്രാസന മെത്രാപ്പൊലീത്ത ഡോക്ടർ മാത്യൂസ് മാർ തീമോത്തിയോസ് അറിയിച്ചു. ഡോക്ടർ കുര്യൻ തോമസ് ആമുഖ പ്രഭാഷണം നടത്തി. ഫാദർ സ്റ്റീഫൻ വർഗീസ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ഫാദർ പി.കെ. കോശി, ഭദ്രാസന സെക്രട്ടറി, ചിത്രകാരൻ ജിജുലാൽ, ജോസ് മാത്യു, ജോൺ ഫിലിപ്പ്, ഡാനിയൽ ജോർജ്, പി.വി. ജോൺ എന്നിവർ പ്രസംഗിച്ചു. ചിത്രകാരനായ ജിജുലാലാണ് ചിത്രം വരച്ചത്. 1685 മാർ ബെസേലിയോസ് എൽദോ മഫ്രിയാനോടൊപ്പം മലങ്കരയിലെത്തിയ മാർ ഈവാനിയോസ് ഹദിയളയുടെ അധ്യക്ഷതയിലാണ് ചെങ്ങന്നൂർ സുന്നഹദോസ് കൂടിയത്. മലങ്കര സഭയ്ക്ക് സുറിയാനി സഭയുടെ സത്യവിശ്വാസ സംഗ്രഹം ഔദ്യോഗികമായി പുനഃസ്ഥാപിച്ചത് ചെങ്ങന്നൂർ സുന്നഹദോസിലാണ്. പരിശുദ്ധ കാതോലിക്ക ബാവ ജർമ്മനിയിൽ എത്തിച്ചേർന്നു. മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ പരമാധ്യക്ഷനും പൗരസ്ത്യ കാതോലിക്കായും മലങ്കര മെത്രാപ്പൊലീത്തയുമായ പരിശുദ്ധ ബെസിലിയോസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാവ ജർമ്മനിയുടെ തലസ്ഥാനമായ ബെർലിനിൽ എത്തിച്ചേർന്നു. ജർമ്മനിയിലെ പ്രൊട്ടസ്റ്റന്റ് ചർച്ച് പ്രതിനിധികളും ജർമ്മനി സെൻറ് തോമസ് ഇന്ത്യൻ ഓർത്തഡോക്സ് പള്ളിയിലെ വൈദികരും ഇടവകാംഗങ്ങളും ചേർന്ന് പരിശുദ്ധ കാതോലിക്ക ബാവ തിരുമേനിക്ക് ബെർലിൻ എയർപോർട്ടിൽ സ്വീകരണം നൽകി. മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭ ഭാഗമായ ഓറിയന്റൽ ഓർത്തഡോക്സ് സഭകളും ജർമ്മനിയിലെ പ്രൊട്ടസ്റ്റന്റ് സഭകളും തമ്മിലുള്ള ഡയലോഗിൻ്റെ മുഖ്യാതിഥിയായിട്ടാണ് പരിശുദ്ധ കാതോലിക്ക ബാവ ബെർലിനിൽ എത്തിച്ചേർന്നത്. മസ്കറ്റ് മാർ ഗ്രിഗോറിയോസ് മഹാ ഇടവക മാർ തേവദോസിയോസ് ജീവകാരുണ്യ പുരസ്കാരം നൽകി ആദരിച്ച സിസ്റ്റർ എലിസബത്തിന് ഇന്ത്യൻ ഓർത്തഡോക്സ് സഭ മീഡിയ വിംഗ് അഭിനന്ദനങ്ങളും ആശംസകളും നേരുന്നു. ഇതോടെ ഈ ആഴ്ചയിലെ ന്യൂസ് ബുള്ളറ്റിൻ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.